ഹായ് ഡിയേഴ്സ്, ഇന്ന് പറയാൻ പോകുന്ന വീഡിയോ സൺസ്ക്രീൻ ലോഷനുകളെ പറ്റിയാണ്. വെറുമൊരു മേക്കപ്പ് പ്രോഡക്റ്റ് മാത്രമല്ല, ചർമ്മത്തിന്റെ ആരോഗ്യത്തിനായി ഉപയോഗിക്കേണ്ട മരുന്നാണ്. മോയ്സ്ചറൈസർ ഒഴിവാക്കിയാലും സൺസ്ക്രീൻ നിങ്ങൾ ഒഴിവാക്കരുത്. എങ്ങനെ തിരഞ്ഞെടുക്കണം? വേനൽക്കാലത്ത് കുറഞ്ഞത് SPF 15 എങ്കിലുമുള്ള സൺസ്ക്രീൻ തിരഞ്ഞെടുക്കുക. ഇത് സൂര്യരശ്മികളിൽ നിന്ന് ചർമ്മത്തിന് മികച്ച സംരക്ഷണം നൽകുകയും ചെയ്യുന്നു. PA റേറ്റിംഗ് ശ്രദ്ധിക്കുക. UVA UVB തരംഗങ്ങളിൽ നിന്നുള്ള സംരക്ഷണം ഉറപ്പാക്കണം. VA+++ എങ്കിലും ഉള്ള സൺസ്ക്രീൻ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. എത്ര തവണ ഉപയോഗിക്കണം? ദിവസം കുറഞ്ഞത് 2 തവണയെങ്കിലും ഉപയോഗിക്കണം. ഓരോ 5-6 മണിക്കൂർ കൂടുമ്പോഴും വീണ്ടും പുരട്ടുന്നത് കൂടുതൽ ഗുണം ചെയ്യുന്നതാണ് നമ്മുടെ സ്കിന്നിന്. വീടിനുള്ളിലും വേണോ എന്നുള്ളതാണ്. അതെ, വീട്ടിലിരിക്കുമ്പോഴും സൺസ്ക്രീൻ ഉപയോഗിക്കണം. മുറിക്കുള്ളിലെ ലൈറ്റുകൾ പോലും ചർമ്മത്തെ ദോഷകരമായി ബാധിച്ചേക്കാം. അതുകൊണ്ടുകൂടിയാണ് സൺസ്ക്രീൻ പുരട്ടുന്നത് നല്ലതാണ് എന്ന് പറയുന്നത്. അത് നല്ലത് നോക്കി തിരഞ്ഞെടുക്കുക. കുട്ടികൾക്കും നിർബന്ധം. പുതിയ പഠനങ്ങൾ പ്രകാരം കുട്ടികളും സൺസ്ക്രീൻ ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. പാർശ്വഫലങ്ങളെ ഭയന്ന് ഇത് ഒഴിവാക്കരുത്. ഉപയോഗിക്കാതിരിക്കുന്നതാണ് കൂടുതൽ അപകടം വരുന്നത്. ഈ വേനലിൽ ചർമ്മത്തെ സംരക്ഷിക്കാം. സൺസ്ക്രീൻ ഉപയോഗം ശീലമാക്കൂ. ഈ അറിവ് മറ്റുള്ളവർക്കായി പങ്കുവയ്ക്കൂ. ഈ ചെറിയ അറിവ് നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള അറിവുകൾ ലഭിക്കാൻ നമ്മുടെ ചാനൽ, ഈ ചെറിയ ഒരു കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്കും കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാനലിന്റെ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള അറിവുകൾ ഞാൻ ഇടുന്ന സമയത്ത് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ സ്നേഹം അത് കമന്റിലൂടെ അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. താങ്ക് യു.